പോത്തൻസിസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. വളരെ എളുപ്പത്തിൽ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 1 കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. കുക്കറിനകത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ക്യാരറ്റ് മുറിക്കുമ്പോഴേക്കും അതിനകത്ത് വൈറ്റ് പാർട്ട് ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളയുക. അതിനൊരു കയ്പ്പ് രസം കൂടുതലാണ്. ഈ മുറിച്ച കഷ്ണങ്ങൾ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 3 വിസിൽ അടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കുക. നന്നായിട്ട് തുടരെ ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് ഫുൾ ക്രീം മിൽക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ ക്രീം മിൽക്ക് ഉപയോഗിക്കുമ്പോഴേക്കും ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ആ ക്രീം കൂടുതലുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് ഫുൾ ക്രീം പാൽ തന്നെ ഉപയോഗിക്കുക. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാലും വെള്ളം പറ്റിച്ചെടുത്ത പോലെ തന്നെ പാലും പറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പാല് വറ്റി വരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് ഹൽവയ്ക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് വറ്റി വരുന്നതനുസരിച്ച് നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അവസാന ഭാഗമായി വരുമ്പോഴേക്കും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് ഇടുക. തുടരെ ഇളക്കി നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വറുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടും ബദാമും കിസ്മിസുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.